പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ദൈവം ആർക്കാണ് ഒന്നിനും കുറവ് വരുത്താത്തത്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 34-ാം അധ്യായം 10-ാമത്തെ വാക്യം, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ് വരുത്തത്തില്ല. ദൈവത്തിൻ്റെ തിരുമുഖം നോക്കുന്ന ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ കഷ്ടതകളും വേദനകളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും പട്ടിണികളും കടന്നു വന്നാലും ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഭക്തന് സ്വർഗത്തിലെ കർത്താവ് കുറവ് വരുത്തുവാൻ, അതായത് അവരെ ജീവിതത്തിൽ നിരാശപ്പെടുവാൻ, അവരെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടെങ്കിലും ഒരിക്കൽ പോലും ആ ഞെരുക്കം അവരെ തളർത്താതെ വണ്ണം ഒരു ഭക്തനു വേണ്ടി സ്വർഗത്തിലെ ദൈവം അതത് സമയത്ത് അവർക്ക് ആവശ്യമായത് നൽകുകയാണ്. ഈ 34-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് ഈ സങ്കീർത്തനം എഴുതാനുള്ള സന്ദർഭം എന്ന് പറയുന്നത്, ദാവീദ് ഒരിക്കൽ ശൗലിന്റെ പീഡ വർദ്ധിച്ചപ്പോൾ അബീമേലെക്കിന്റെ ദേശത്ത്, അതായത് ഗത്ത് എന്ന് പറയുന്ന ദേശത്ത് ചെന്ന് അകപ്പെടുവാനിടയായി. ഈ ഗത്ത് ദേശത്തിലുള്ള വ്യക്തിയായിരുന്നു ഗോലിയാത്ത്. ഗോലിയാത്തിനെയാണ് ദാവീദ് തലവെട്ടിക്കളഞ്ഞത്. ആ സ്ഥലത്താണ്, ആ ദേശത്താണ് ദാവീദ് ഇപ്പോൾ ഓടി രക്ഷപ്പെടാൻ എത്തിയിരിക്കുന്നത്. പക്ഷേ താൻ ചെന്നുപെട്ടിരിക്കുന്നത് ശത്രുവിന്റെ മുന്നിലാണ്. അന്നത്തെ രാജാവായ അബീമേലെക്കിന്റെ മുന്നിൽ, അഗത്ത് ദേശത്തിലെ രാജാവിന്റെ മുന്നിലാണ് ദാവീദ് ചെന്ന് അകപ്പെട്ടിരിക്കുന്നത്. അവിടെ തനിക്ക് പിന്നെ രക്ഷപ്പെടാൻ ഒരു ചാൻസുമില്ല. ദാവീദിനെ ദേശത്തിലുള്ളവർ തിരിച്ചറിയുകയാണ്, ഇദ്ദേഹമാണ് ഗോലിയാത്തിനെ കൊന്നവൻ. അങ്ങനെ സകലരും ദാവീദിനെ അബീമേലെക്കിന്റെ മുന്നിൽ കൊണ്ടുപോയി അബീമേലെക്കിനോട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയാണ്. ഈ വ്യക്തിയാണ് ഗോലിയാത്തിനെ കൊന്നത്, അതുകൊണ്ട് ഇദ്ദേഹത്തെ വെറുതെ വിടാൻ കഴിയത്തില്ല. ആ സന്ദർഭത്തിൽ തൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ഭാരപ്പെടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, ദാവീദ് ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാവീദിന് കൊടുത്തതായ നിർദ്ദേശപ്രകാരം അതുപോലെ താൻ അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ തൻ്റെ ദൂതന്മാരെന്ന പോലെ തൻ്റെ അടുക്കിലേക്ക് അയച്ച് ശത്രുവിൻ്റെ മുന്നിൽ നിന്നും, അതായത് അബീമേലെക്കിന്റെ മുന്നിൽ നിന്നും താൻ പുറത്തു വരാനിടയായി, താൻ രക്ഷപ്പെടുവാനിടയായി. ആ സന്ദർഭത്തിൽ രക്ഷപ്പെട്ടതായ ദാവീദ് അബ്ദുല്ല ഗുഹയിൽ വന്ന് അഭയം പ്രാപിക്കുകയാണ്. ഒത്തിരി കടബാധ്യത ഉള്ളവർ, പ്രയാസമുള്ളവർ, ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ ഒക്കെ തൻ്റെ അടുക്കൽ കടന്നു വന്നു. ആ സന്ദർഭത്തിൽ ദാവീദ് ദൈവത്തോട് സ്തോത്രഗീതമായിട്ട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പാടുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ് 34-ാമത്തെ സങ്കീർത്തനം. അതായത് ആ സന്ദർഭത്തിൽ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, അബ്ദുല്ല ഗുഹയിലാണ് താമസിക്കുന്നത്. പക്ഷേ ഒരു ദൈവഭക്തനു വേണ്ടി സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി കരുതുവാൻ ശക്തനാണ്, പോഷിപ്പിക്കുവാൻ ശക്തനാണെന്നും താൻ വളരെ വ്യക്തതയോടുകൂടെ ഈ പാട്ടിൻ്റെ വരികളിൽ വെളിപ്പെടുത്തുകയാണ്. 34-ന്റെ 10-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ് വരുത്തത്തില്ല. അപ്പോൾ ഒരു ദൈവഭക്തന് സ്വർഗത്തിലെ ദൈവം ഒരിക്കൽ പോലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ കുറവ് വരുവാൻ, ഭാരപ്പെടുവാൻ, ഭക്ഷണമില്ലാതെ ഭാരപ്പെടുവാൻ, ഒന്നിനും മുട്ടുവരുവാൻ,
സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. വളരെ സമൃദ്ധിയല്ലെങ്കിൽ പോലും ഒരു ഭക്തന് വേണ്ടിയുള്ളത് അതത് സമയത്ത് ആ വ്യക്തിയുടെ അടുക്കിൽ കൊണ്ടുകൊടുത്ത് മാനിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദൈവം ആർക്കാണ് കുറവുകൾ ഇല്ലാതെ കരുതുന്നത്? ആർക്കാണ്? 3 മേഖലയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഒന്നാമതായിട്ടും, യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുട്ടുവരുത്തില്ല. അതായത് കുറവ് വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ദാവീദ് എഴുതിയതായ അതേ ഒരു സങ്കീർത്തനം മറ്റൊരു ഭാഗത്തൊരു പാട്ടുകൂടെ ദാവീദ് പാടുകയാണ്. ആ പാട്ടിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് വളരെ വ്യക്തതയോടുകൂടെ ദാവീദ് ആ വരികൾ എഴുതി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ പാട്ടിൻ്റെ വരികൾ എഴുതി ചേർത്തിരിക്കുകയാണ്. 23-ാം അധ്യായം 1-ാമത്തെ വാക്യം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. അതേ പ്രിയപ്പെട്ടവരെ, ആർക്കാണ് മുട്ടുവരാൻ അനുവദിക്കാതെ, അതായത് കുറവുകൾ വരാൻ അനുവദിക്കാതെ, നിരാശപ്പെടാൻ അനുവദിക്കാതെ, ഭാരപ്പെടുവാൻ അനുവദിക്കാതെ, ഒന്നിനും കുറവ് വരുവാൻ അനുവദിക്കാതെ, മുട്ടുവരുവാൻ അനുവദിക്കാതെ കരുതുന്നത് ആർക്കാണ്? യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ഒന്നിനും മുട്ടുവരുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. അപ്പോൾ ഒരു മേഖലയിലും ചില സമയത്ത് നമുക്ക് ഞെരുക്കം വരും, പ്രയാസങ്ങൾ വരും, കഷ്ടതകൾ വരും, പട്ടിണി വരും. എങ്കിലും സർവശക്തനായ ദൈവം യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനു വേണ്ടി തക്ക സമയത്ത് തങ്ങളുടെ ദൂതന്മാരെ അയച്ച് ആ വ്യക്തികൾക്ക് ആവശ്യമായ നന്മകൾ കൊടുത്ത് മാനിക്കുന്ന സർവശക്തനായ ദൈവമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒന്നിനും മുട്ടുവരുവാൻ, കുറവ് വരുവാൻ അനുവദിക്കാത്തത് യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന് ഒരിക്കലും ഒരു മുട്ടുവരുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ജീവിതത്തിന്റെ മേഖലകളിൽ സങ്കീർത്തനം 4-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇങ്ങനെയാണ്, ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. അപ്പോൾ ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന് ഞെരുക്കമുണ്ട്, കഷ്ടതയുണ്ട്, പട്ടിണിയുണ്ട്, വേദനയുണ്ട്, ദുഃഖങ്ങളുണ്ട്, ദാരിദ്ര്യങ്ങളുണ്ട്. പക്ഷേ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പരീക്ഷ മേഖലകളിലൂടെ നീ കടന്നു പോകുമ്പോഴും ആ സമയത്ത് നീ യഹോവയിൽ തന്നെ ആശ്രയം വെച്ചുകൊണ്ട്, ദാവീദ് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പാടുന്നുണ്ട്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞാനോ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന് ഒരിക്കലും ഏതൊരു സന്ദർഭത്തിലും കുറവ് വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ആ 34-ന്റെ 10-ാം വാക്യത്തിൽ ഒരു മൃഗം പട്ടിണി കിടക്കുന്നു. പക്ഷേ ഒരു മൃഗം പട്ടിണി കിടന്ന് ഭാരപ്പെട്ട് ഒരു ഇര പോലെ ലഭിക്കാതെ ദിവസങ്ങളോളം ഭാരപ്പെടുമ്പോഴും യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ സ്വർഗത്തിലെ ഇടയനായ ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള നന്മ സ്വർഗത്തിലെ ദൂതന്മാരെ അയച്ച് ആ വ്യക്തിയുടെ അടുക്കിലേക്ക് കൊടുത്തു മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിന്റെ മേഖലകളിൽ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ബാധ്യതകളാൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? നീ നിരാശപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട. യഹോവയിൽ നീ ആശ്രയം വെച്ചു കൊടുക്കുക. തക്ക സമയത്ത് നിനക്കു വേണ്ടി, നിനക്കും നിന്റെ കുടുംബത്തിനും തലമുറകൾക്കും ആവശ്യമായത് തക്ക സമയത്ത് നൽകി മാനിക്കുന്ന സർവശക്തനായ ദൈവമാണ്. ഒരു ദൈവഭക്തൻ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പട്ടിണികളിലൂടെ കടന്നു പോകുമ്പോൾ, ബാധ്യതകളിലൂടെ കടന്നു പോകുമ്പോൾ
നിരതങ്ങളിലും മനുഷ്യരിലും നീ ആശ്രയിക്കേണ്ട. നിന്നെ വഴി നടത്തുന്ന ഇടയനായ ദൈവത്തോടുകൂടെ നീ ആശ്രയം വെച്ച് ചേർന്നിരിക്കുക, പ്രാർത്ഥിക്കുക. നിനക്ക് വേണ്ടി സർവശക്തനായ ദൈവം തക്ക സമയത്ത് നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. അപ്പൊ യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. രണ്ടാമതായി, ആർക്കാണ് ഒരു നന്മയ്ക്കും കുറവ് വരാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം കരുതുന്നത്? യഹോവ ഭക്തന്മാർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. 34-ാമത്തെ സങ്കീർത്തനം 9-ാം വാക്യം, കാക്ക ഹല്ലേലൂയ സ്തോത്രം, അവന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആഞ്ഞടിക്കുമ്പോഴും ദൈവസന്നിധി നോക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ, ദൈവഭക്തനായി ജീവിതത്തിന്റെ മേഖലകളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, പ്രതിസന്ധിയിലൂടെ നീ കടന്നുപോയാലും ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവഭക്തിയിലിരിക്കുന്ന ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ ഏതൊരു ഞെരുക്കം വന്നാലും ദൈവഭക്തനായി ദൈവത്തിൽ വിശ്വസിച്ച് ദൈവഭക്തിയിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഭക്തന് വേണ്ടിയും സർവശക്തനായ ദൈവം തക്ക സമയത്ത് നിനക്കാവശ്യമായുള്ള നിന്റെ അടുക്കിൽ കൊണ്ടുതന്ന് നിന്നെ മാനിക്കുന്ന ദൈവമാണ്. അതായത് 1 രാജാക്കന്മാർ 17-ന്റെ 6-ാം വാക്യം, സ്തോത്രം, കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും, തോട്ടിൽ നിന്നും അവൻ കുടിക്കും. ഏലിയാ പ്രവാചകനെയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആഹാബന്റെ കൊട്ടാരത്തിൽ ചെന്ന് ദൈവം അറിയിച്ച ദൈവശബ്ദം കേൾപ്പിച്ച് താൻ പുറത്തിറങ്ങുമ്പോൾ, തനിക്ക് ഭീഷണി ഉണ്ടാകുമ്പോൾ, സർവശക്തനായ ദൈവം ഏലിയാവിനോട് പറയുന്നു, നീ കെരീത് തോട്ടിന്റെ കരയിൽ ചെന്ന് ഒളിച്ചിരിക്കുക. ദൈവശബ്ദം കേട്ട് കെരീത് തോട്ടിന്റെ കരയിൽ ചെന്ന് മറഞ്ഞിരിക്കുവാൻ പറയുമ്പോൾ ഒരു ദൈവഭക്തനായ മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുന്നില്ല, ദൈവമേ, ആ കെരീത് എന്ന തോട്ടിന്റെ കരയിൽ, ആ സ്ഥലത്ത് ഞാൻ ചെന്നിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ വെള്ളം കിട്ടും, എനിക്ക് എങ്ങനെ ഭക്ഷണം കിട്ടും, ആരും അവിടെ കടന്നു വരത്തില്ല എന്ന് ഏലിയാവ് ദൈവത്തോട് ചോദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. യഹോവ ഇരെ, കരുതുന്ന യഹോവ. ഒരു ഭക്തന് വേണ്ടി നീ എവിടെ ആയിരുന്നാലും നിനക്ക് വേണ്ടിയുള്ളത് അതത് സമയത്ത് നിന്റെ ജീവിതത്തിൽ നൽകി നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഏലിയാവ് ദൈവത്തിന്റെ ശബ്ദം കേട്ട് കെരീത് തോട്ടിന്റെ കരയിൽ വന്ന് മറഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത്, തക്ക സമയത്ത്, രാവിലെയും വൈകിട്ടും സ്വർഗത്തിലെ ദൈവം ഒരു കാക്കയെ കൽപ്പിച്ചിട്ട് അപ്പവും ഇറച്ചിയും കൃത്യസമയത്ത് ഏലിയാവിന്റെ അടുക്കിൽ സ്വർഗത്തിലെ ദൈവം കൊടുത്തുവിടുകയാണ്. അതിനർത്ഥം നീ എവിടെ ആയിരുന്നാലും, നീ ഇന്ത്യയിലാണോ, കേരളത്തിലാണോ, മറ്റ് രാജ്യങ്ങളിലാണോ, നീ എവിടെ ആയിരുന്നാലും നിനക്കാവശ്യമുള്ളത് തക്ക സമയത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നീ ഇരിക്കുന്ന ഇടത്തിരുന്ന് നിന്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഞെരുക്കങ്ങളും പട്ടിണികളും സ്വർഗത്തിലെ ദൈവത്തോട് നീ പറയുക. അവിടെ സ്വർഗത്തിലെ ദൂതൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂതന്മാരെ അയച്ച് ഏലിയാവിന്റെ അടുക്കൽ ഒരു കാക്കയിലൂടെ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുത്ത് തൃപ്തിപ്പെടുത്തിയതുപോലെ ഒരു ഭക്തൻ എപ്പോഴും ഏതു സമയത്തും, നീ എവിടെ ഇരുന്നാലും, ഏതു മേഖലകളിൽ നീ ആയിരുന്നാലും, നീ എവിടെ ഇരുന്ന് ഞെരുക്കങ്ങൾ അനുഭവിച്ചാലും, നീ അവിടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്ക്. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടിയുള്ളത് നിന്റെ അടുക്കിൽ തക്ക സമയത്ത് കൊണ്ടുതരും. ആമേൻ. വിശ്വസിക്ക് പ്രിയപ്പെട്ടവരെ. ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ പല രാജ്യത്തിലായിരിക്കാം. ജോലി സംബന്ധിച്ച് നിനക്ക് വളരെ ബുദ്ധിമുട്ട് നീ അനുഭവിക്കുകയായിരിക്കാം. ശമ്പളം കിട്ടാതെ നീ ഭാരപ്പെടുകയായിരിക്കാം. അന്യരാജ്യത്താകുമ്പോൾ ആരോടും ചോദിക്കാൻ നിനക്ക് കഴിയത്തില്ല. എവിടെ ആയിരുന്നാലും നീ ഉയരത്തിൽ അപ്പനോട് പറയുക,
നിനക്കു വേണ്ടി സ്വർഗത്തിലെ ദൈവം നീ ആയിരിക്കുന്ന ഇടത്ത് നിനക്കു വേണ്ടിയുള്ളത് തക്ക സമയത്ത് സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടിയുള്ള കാര്യാദികൾ ചെയ്ത് നിന്നെ അനുഗ്രഹിക്കും. ഗെരീദ് എന്ന തോട്ടത്തിൽ ഒരു മനുഷ്യനും ആ തോട്ടിൽ കടന്നു പോകത്തില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ ഒരു കാക്ക കടന്നു ചെന്നു. ദൈവം അയച്ച ഒരു കാക്ക. അതിനർത്ഥം, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഏത് സാഹചര്യത്തിലിരുന്ന് നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന, ആരും കാണാതെ അനുഭവിക്കുന്ന ചില ഞെരുക്കങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും നിന്റെ പ്രാർത്ഥന റൂമിൽ സ്വർഗത്തിലെ അപ്പനോട് നീ പറയുക. നിനക്ക് വേണ്ടിയുള്ളത് സ്വർഗത്തിലെ ദൈവം നിന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് നൽകുന്ന സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. ആർക്കാണ് ദൈവം ഒന്നിനും കുറവ് വരുത്താതെ ഇരിക്കുന്നത്? ഒന്ന്, യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന്. രണ്ട്, യഹോവ ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ. അതായത് ദൈവശബ്ദം എന്ത് കേൾപ്പിച്ചാലും അതുപോലെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ എന്ത് കുറവ് വന്നാലും സർവശക്തനായ ദൈവമാണ് ആ ഭക്തന്റെ ജീവിതത്തിലെ ഉത്തരവാദി. ആ ഭക്തന് വേണ്ടി സ്വർഗത്തിലെ ദൈവം അതത് സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി അയക്കും. ആമേൻ. മൂന്നാമതായി, ആർക്കാണ് ഒന്നിനും കുറവ് വരുത്താതെ സ്വർഗത്തിലെ ദൈവം കരുതുന്നത്? സ്തോത്രം. ഏതൊരു മേഖലയിലും, നമ്മുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ, ഏതു സമയത്തും, ഏതൊരു പ്രയാസവേളകളിലും കർത്താവിന്റെ തിരുമുഖം നമ്മൾ നോക്കിയാൽ മതി. ഒന്ന്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന് ഒന്നിനും കുറവ് വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. രണ്ട്, യഹോവ ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ, അതായത് ദൈവശബ്ദങ്ങൾ കേട്ട് ദൈവശബ്ദത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ ഒരു ഭാരം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു ഞെരുക്കം വരുമ്പോൾ സർവശക്തനായ ദൈവമാണ് ഉത്തരവാദിയായിരിക്കുന്നത്. ഏലിയാവ് ദൈവം പറഞ്ഞ ദൈവശബ്ദം കേട്ടു, പക്ഷേ ശത്രുവിന്റെ ഭീഷണി ഉള്ളത് കൊണ്ട് മറഞ്ഞിരിക്കുവാൻ ദൈവം പറയുമ്പോഴും ഏലിയാവിനെ കുറിച്ചുള്ള ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവത്തിനാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവഭക്തരായിരിക്കുന്ന നമ്മെ കുറിച്ചുള്ള ദൈവത്തിനാണ് നമ്മെ കുറിച്ചുള്ള ഉത്തരവാദിത്വം. നമ്മൾ ഒരിക്കലും ഭാരപ്പെട്ടു പോകേണ്ട, പ്രയാസപ്പെടേണ്ട. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. നമ്മുടെ ദൈവം ശൂന്യതയിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയല്ല. നമ്മുടെ കർത്താവ് നിറവ് നൽകുന്ന കർത്താവാണ്. സ്തോത്രം. മൂന്നാമതായിട്ടും, യഹോവയെ അന്വേഷിക്കുന്നവർ ഒന്നിനും കുറവ് വരുത്തത്തില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്നവർ, യഹോവ ഭക്തനായിരിക്കുന്നവർ, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് സ്വർഗത്തിലെ ദൈവം ഒന്നിനും കുറവ് വരുത്തത്തില്ല. 34:10 നമ്മൾ വായിച്ചു, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ് വരുത്തത്തില്ല. അതിനർത്ഥം, ജീവിതത്തിൽ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ മനുഷ്യനെ നാം ആശ്രയിക്കരുത്, മനുഷ്യനെ അന്വേഷിച്ചിറങ്ങരുത്. ആരെന്നെ സഹായിക്കും, ആരെനിക്ക് വേണ്ടി താങ്ങും, ആരെനിക്ക് വേണ്ടി കരം താങ്ങും? നീ മനുഷ്യനെയോ നീ സ്നേഹിക്കുന്ന വ്യക്തിയോ നീ അന്വേഷിച്ചിറങ്ങരുത്. നീ കർത്താവിനെ അന്വേഷിക്കുക. നിന്റെ ഏതു ഞെരുക്കങ്ങളിലും, നിന്റെ ഏതു പ്രയാസങ്ങളിലും നീ കർത്താവിനെ അന്വേഷിക്കുന്നുവെങ്കിൽ, കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഭാരപ്പെടുവാൻ, പ്രയാസപ്പെടുവാൻ, നിരാശപ്പെടുവാൻ, വേദനപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവ് വരുത്താതെ സമൃദ്ധിയായിട്ട് അനുഗ്രഹത്തോടെ, ബലത്തോടെ, അനുഗ്രഹത്തോടെ വഴി നടത്തുന്ന സർവശക്തനായ ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളേത് സാഹചര്യങ്ങളായിരുന്നാലും, നിങ്ങളുടെ ഏത് ഞെരുക്കങ്ങളായിരുന്നാലും, നിങ്ങളുടെ ഏത് ബുദ്ധിമുട്ടുകളായിരുന്നാലും, ഏത് പ്രതിസന്ധി ആയിരുന്നാലും, ഒന്നാമതായി നീ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. രണ്ടാമതായി ദൈവശബ്ദത്തിന് നീ പ്രാധാന്യം കൊടുത്ത് ദൈവഭക്തനായി ചേർന്നിരിക്കും. മൂന്നാമതായി ഏത് വിഷയങ്ങൾ വന്നാലും നീ മനുഷ്യനെ അന്വേഷിച്ചിറങ്ങേണ്ട, യഹോവയെ നീ അന്വേഷിക്കുക.
അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്രകാരം നീ കർത്താവിൽ ആശ്രയിച്ച് ദൈവഭക്തിയിൽ ജീവിച്ച് ഏത് വിഷയങ്ങളിലും കർത്താവിനെ നീ അന്വേഷിച്ച് കർത്താവിനോട് ചേർന്നിരുന്ന് ആത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവോട് ചേർന്നിരുന്ന നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ, തീർച്ചയായിട്ടും നിനക്ക് വേണ്ടി സർവശക്തനായ ദൈവം അനുഗ്രഹമായ സമൃദ്ധിയും നന്മയും നിന്റെ ഏതാവശ്യങ്ങൾക്കും, നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറകൾക്കും ഏതാവശ്യങ്ങൾക്കും സർവശക്തനായ ദൈവം ഒന്നിനും കുറവ് വരുത്താതെ അനുഗ്രഹിച്ച് മാനിച്ച് വഴി നടത്തുന്ന ദൈവമാണ്. ഈ ശബ്ദം കേൾക്കുന്നവരാരെങ്കിലും സാമ്പത്തിക മേഖലയിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? കടബാധ്യതകൾ ഭാരപ്പെടുന്നുണ്ടോ? തലമുറകളുടെ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക. ഏത് വിഷയത്തിൽ നീ മനുഷ്യനെ അന്വേഷിക്കേണ്ട, യേശുവിനെ നീ അന്വേഷിക്കുക, ആ ഇടയനെ നീ അന്വേഷിക്കുക. സമൃദ്ധിയായി നടത്തുന്ന കർത്താവിനെ നീ ആശ്രയിക്കുക. കർത്താവ് നിന്നെ വിടിവിപ്പാൻ ശക്തനാണ്. ഈ വചനപ്രകാരം നിങ്ങൾ സമർപ്പിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ നിമിഷത്തിനായി നന്ദി. ശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. സാമ്പത്തിക ബാധ്യതകൾ, ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് വിടുതൽ ഉണ്ടാകട്ടെ. കുടുംബത്തിൽ മേലവർ അനുഭവിക്കുന്ന എല്ലാ ബലഹീനകളെ മാറ്റി സമൃദ്ധി കൊടുത്ത് ഇവരെ ജീവിതങ്ങൾ അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.